ഹലോ, നിൻ്റെ ഫാമിലി കോഴിക്കോട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ 6:45 അവർ റെയിൽവേ സ്റ്റേഷനിലെത്തി പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് രാവിലെ എന്താണ് ഒരു ഓട്ടോ വിളിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ കേട്ടോ. കാരണം മടവൂർ മക്കാമുണ്ടല്ലോ, അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവർ കണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്, അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, മറന്നു പോയതാണ്. അവിടുന്ന് ബസ് കയറിയിട്ട് ഞങ്ങൾ നേരെ മടവൂർ മക്കാമിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ മക്കാമിലൊക്കെ പോയി വന്നതിന് ശേഷം ഞങ്ങൾ ഹൈലൈറ്റിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. കാരണം അവരാരും കോഴിക്കോട് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് എന്തായാലും വന്നതല്ലേ, ജസ്റ്റ് എല്ലായിടത്തും പോകാമെന്ന് വിചാരിച്ച് ആദ്യം ഹൈലൈറ്റിലാണ് പോയത്. ഹൈലൈറ്റിൽ പോയി ആ സമയത്ത് വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഏകദേശം ഒരു 11 മണിയൊക്കെ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റുഡിയോയിൽ സെയിൽ നടക്കുന്ന കാരണം അവിടെ കയറിയിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നേരെ നെക്സ്റ്റ് പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. അതിന് ശേഷം പിന്നെ ഡെസേർട്ട് ഉണ്ടല്ലോ അവിടെ, കാലിക്കറ്റ് ഡിസേർട്ട്സ് അങ്ങനെ എന്തോ പേരുള്ളതാണ് ഒരു പുഡിങ്ങിൻ്റെ ഷോപ്പ്. അവിടുന്ന് പുഡിങ് എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ മാനാഞ്ചിറ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം SM പോയിട്ടും പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും അതുപോലെ കമ്മലൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ബീച്ചിൽ കണ്ടിട്ട് പോയത്. ഒരു ഈവനിങ് ടൈം ആയപ്പോഴാണ് പോയത്. കാരണം സാറ്റർഡേ ആയതുകൊണ്ടാണ്, അതോ പിന്നെ വെക്കേഷൻ ടൈം ആയതുകൊണ്ടോ തോന്നുന്നുണ്ട്, കുറച്ചധികം ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ബീച്ചിലെല്ലാം കുറച്ച് നേരം കളിച്ചതിന് ശേഷം നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. പിറ്റേ ദിവസം സൺഡേ ആയതുകൊണ്ട് എനിക്ക് ക്ലാസ്സിലില്ല, ഞാനും വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.